ഹരേ കൃഷ്ണ. ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകമാണ് നോക്കുവാനുള്ളത്. ബാല്യസ്പൃശാപി വപുഷാ ദധുഷാ വിഭൂതിര്യുദ്യത്കിരീടകടകാംഗദഹാരഭാസാ ശംഖാരിവാരിജഗദാ പരിഭാസിതേന മേഘാസിതേന പരിലേസിതസൂതികേഹേ. നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാന്റെ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ അവതാരമായിരുന്നു കണ്ടത്. ഭഗവാൻ അവതരിച്ചു എന്നാണ് പറഞ്ഞു നിർത്തിയത്. ഇനി എങ്ങനെയാണ് ഭഗവാന്റെ ആ വസുദേവരും ദേവകീദേവിയും ഒക്കെ കണ്ട ആ രൂപത്തെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ബാല്യസ്പൃശാപി വപുഷ ദധുഷ. ബാല്യസ്പൃശാപി, ബാല്യസ്പൃശ അപി, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ബാല്യസ്പൃശാപി. അപി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിലും, ബാല്യസ്പൃശ എന്ന് പറഞ്ഞാൽ വളരെ ആ കുഞ്ഞു ഭാവത്തിലാണെങ്കിലും, കുഞ്ഞുണ്ണിയായിട്ടാണെങ്കിൽ പോലും, അതായത് ഒരു ചെറിയ കുഞ്ഞായിട്ടാണ് കാണുന്നതെങ്കിലും, വപുഷ എന്ന് പറഞ്ഞാൽ ഭഗവാനെ ആ ശോഭയാർന്നതായിട്ടുള്ള അങ്ങയുടെ ആ ഒരു രൂപം. ദധുഷ വിഭൂതിർ, അങ്ങയുടെ ഇവിടെ കുറച്ചധികം വാക്കുകൾ അതിനോട് ചേർന്ന് വിഭൂതിരുദ്യത്കിരീടകടകാംഗദഹാരഭാസ. അവിടെ നമ്മൾ വിഭൂതി എന്നെടുത്തിട്ട് അർത്ഥം പറയാം. വിഭൂതി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളെയും അവിടെ ധരിച്ചുകൊണ്ട് ഉള്ള ഒരു രൂപത്തെയാണ് അവിടെ കണ്ടത്. അപ്പോൾ ഭഗവാൻ പൊന്നുണ്ണിക്കണ്ണനായിട്ട് അവതരിച്ചപ്പോൾ ഭഗവാന്റെ ദേഹത്തിൽ, ഭഗവാന്റെ ശരീരം എങ്ങനെയായിരുന്നു? അത്യധികം ശോഭിക്കുന്നതായിട്ടുള്ള എല്ലാ ഭഗവാന്റെ വിഭൂതികളെയും എല്ലാ ഐശ്വര്യങ്ങളെയും വഹിക്കുന്നതായിട്ടുള്ള രൂപമായിരുന്നു. അതിലാകട്ടെ ഉദ്യത് കിരീട കടകാംഗദഹാരഭാസ. ഉദ്യത് എന്ന് പറഞ്ഞാൽ വളരെ കാന്തി തുളുമ്പുന്നതായിട്ടുള്ള, ശോഭിക്കുന്നതായിട്ടുള്ള കിരീട കടക അംഗദഹാരഭാസ. കിരീടം, കടകം എന്ന് പറഞ്ഞാൽ കൈകളിൽ പൊൻവളകളൊക്കെ അണിഞ്ഞിരിക്കുന്നു. പിന്നെയോ അംഗദം, തോൾവളകൾ, പൊന്നുകൊണ്ടുള്ള വെട്ടിത്തിളങ്ങുന്നതായിട്ടുള്ള ശോഭയാർന്നതായിട്ടുള്ള കിരീടം, കൈവളകൾ, തോൾവളകൾ, ഹാരഭാസ, ധാരാളം മാലകൾ അണിഞ്ഞിരിക്കുന്നു ഭഗവാൻ. അങ്ങനെയുള്ള സർവാഭരണ വിഭൂഷിതനായിട്ടുള്ള ഒരു ഭഗവാൻ പൊന്നുണ്ണിക്കണ്ണനെയാണ് അവിടെ കണ്ടത്. ഹാരഭാസ, അതൊക്കെ അങ്ങനെ പരിശോഭിക്കുന്നു ഭഗവാന്റെ ദേഹത്തിൽ. അങ്ങനെ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ദേഹത്തിന് ഇത് അലങ്കാരമല്ല, ഈ അലങ്കാരങ്ങൾക്ക് കിട്ടിയൊരു ഭാഗ്യമാണ് ആ ദേഹവുമായിട്ടൊരു അംഗസ്പർശമുണ്ടാകുവാൻ കഴിഞ്ഞു എന്നുള്ളത്. പിന്നെയോ ശംഖാരി വാരിജ ഗദാ പരിഭാസിതേന. ശംഖ അരി വാരിജ ഗദാ പരിഭാസിതേന. ശംഖ എന്ന് പറഞ്ഞാൽ ശംഖം. ഭഗവാന്റെ ഒരു കയ്യിൽ ആ 4 തൃക്കൈകളോട് കൂടിയ രൂപമാണ് ഭഗവാൻ. രൂപത്തിൽ മാത്രമേ, അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് ബാല്യസ്പൃശാപി, കുഞ്ഞുണ്ണികൃഷ്ണനായിട്ടാണ് കിടക്കുന്നതെങ്കിലും ഭഗവാന്റെ എല്ലാ വിഭൂതികളോടും കൂടി, ഭഗവാന്റെ എല്ലാ അലങ്കാരങ്ങളോടും കൂടി തന്നെ അങ്ങനെ ഒരു സുന്ദര കുട്ടനായിട്ടാണ് ഭഗവാൻ അവിടെ കിടക്കുന്നത്. 4 തൃക്കൈകളിൽ ശംഖമുണ്ട്. അരി എന്ന് പറഞ്ഞാൽ സുദർശന ചക്രം, ഭഗവാന്റെ ചക്രമുണ്ട് കയ്യിൽ. പിന്നെയോ വാരിജം എന്നാൽ പുഷ്പം, താമരയുണ്ട്. അതേപോലെ ഗദ, അപ്പോൾ ശംഖ, ചക്രം, താമര, ശംഖചക്രം, താമര, അതേപോലെ തന്നെ ഗദ, ഇത് 4 തൃക്കൈകളിലേന്തിയ പൊന്നുണ്ണികൃഷ്ണനെയാണ് അവിടെ കണ്ടത്. അങ്ങനെ പരിഭാസിതേന, അത്യധികം പരിശോഭിക്കുന്നതായിട്ടുള്ള ഒരു രൂപമാണ് അവിടെ കാണുവാൻ കഴിഞ്ഞത്. മേഘാസിതേന പരിലേസിത സൂതികേഹേ. സൂതിഗേഹം എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രസവമുറി എന്നാണ് അർത്ഥം. ഇവിടെ നമുക്കറിയാം വസുദേവരും ദേവകീദേവിയും ഒക്കെ ആ തടവറയിലാണ് കഴിയുന്നത്. അതുകൊണ്ട് ആ തടവറ തന്നെയാണ് ഇവിടെ പ്രസവമുറി. ആ തടവറയിൽ
മേഘാസിതേന പരിലേസിത എന്ന് പറഞ്ഞാൽ വളരെ നമ്മുടെ കാർമേഘങ്ങളൊക്കെ ആ ഒരു അതേപോലെ വളരെ ശ്യാമള സുന്ദരമായിട്ടുള്ള കാന്തിയോടുകൂടി പരിലേസിത അങ്ങനെ പ്രശോഭിച്ച് കിടക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെയാണ് കണ്ടത്. ഇവിടെ ഭഗവാന്റെ നിറം അപ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ ആദ്യം തന്നെ ആ കാർമേഘവർണ്ണൻ തന്നെയായിട്ട് ആണ് ദേവകീദേവിയും വസുദേവരുമൊക്കെ കണ്ടത്. കാർമേഘവർണ്ണൻ്റെ നിറം ആ നിറത്തിന് മാറ്റുകൂട്ടുന്നതായിട്ട് ആ നിറത്തിന് തന്നെ അത്യധികം ശോഭിക്കുന്ന നിറമായിരുന്നു എന്നും പറയുന്നു. എങ്ങനെ പരിലേസിത മേഘാസിതേന പരിലേസിത സൂതിഗേഹെ പ്രസവമുറിക്കു പോലും പ്രകാശം പരത്തുന്ന പ്രസവമുറിക്കുള്ളിൽ മുഴുവൻ പ്രകാശം പരത്തുന്ന വിധത്തിൽ കാന്തിയാർന്ന കാർമേഘ വർണ്ണത്തോടുകൂടിയ ഭഗവാൻ, ആ നീലവർണ്ണത്തോടുകൂടിയ ഭഗവാൻ, ആ ഭഗവാന്റെ ദേഹത്തിന് ഒന്ന് മാറ്റുകൂട്ടുവാൻ എന്നോണം പൊന്നിൻ്റെ കൈവളകൾ, കാൽത്തളകൾ, തോൾവളകൾ, മാലകൾ, കർണാഭരണങ്ങൾ എന്നുവേണ്ട എല്ലാം ധരിച്ച് ഭഗവാന്റെ എല്ലാ വിഭൂതികളോടും കൂടിയിട്ട് പരിപൂർണമായി തന്നെ ഭഗവാന്റെ പരിപൂർണ അവതാരമായി തന്നെ ആ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകും ആ ഉണ്ണികൃഷ്ണൻ്റെ കിടപ്പ് കണ്ടാൽ. അങ്ങനെ ഭഗവാൻ ആ സൂതിഗേഹത്തെ, ആ പ്രസവമുറിയെ ഒന്നാകെ അലങ്കരിച്ചു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ബാല്യസ്പൃശാപി വപുഷാ ദധുഷാ വിഭൂതിരുദ്യത്കിരീടകടകാംഗദഹാരഭാസ ശംഖാരി വാരിജഗദാ പരിഭാസിതേന മേഘാസിതേന പരിലേസിത സൂതിഗേഹേ. ഇനി ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ആദ്യത്തെ വരിയുടെ അവസാനം വിഭൂതിരുദ്യത്കിരീടകടകാംഗദഹാരഭാസ, അവിടെ കഴിയുന്നതും അതത്രയും ചേർത്ത് വായിക്കുക. ഇനിയും ചേർത്ത് വായിക്കുവാൻ പറ്റുന്നില്ല എന്നുള്ളവർക്ക് വിഭൂതി ഇവിടെ വിസർഗം കൊടുത്ത് നിർത്തിക്കൊണ്ട പകുതി ഹകാരത്തിൽ നിർത്തുക, അതല്ലെങ്കിൽ വിഭൂതിർ ഇർന്നെടുത്തിട്ടും അവിടെ നിർത്താവുന്നതാണ്. എന്നിട്ട് താഴെ ഉദ്യത്കിരീടകടകാംഗദഹാരഭാസ എന്ന് വായിക്കുക. കഴിയുന്നതും ചേർത്ത് തന്നെ എടുക്കുക. താഴെ വായിക്കുമ്പോൾ ഉദ്യത്കിരീടകടകാംഗദ, കടകങ്ങൾ അംഗദങ്ങൾ, അപ്പോൾ അവിടെ അകാരം ശ്രദ്ധിച്ചു വായിക്കുക. അതുപോലെയാണ് അതിൻ്റെ അടുത്ത വരി ശംഖാരി വാരിജ ഗദാപരിഭാസിതേന, അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. ഇനി അടുത്തത് 4ാമത്തെ ശ്ലോകമാണ്. വക്ഷസ്ഥലീ സുഖനിലീന വിലാസി ലക്ഷ്മീ മന്ദാക്ഷലക്ഷിത കടാക്ഷ വിമോക്ഷഭേദൈ തന്മന്ദിരസ്യ ഖലകംസകൃതാമലക്ഷ്മീ മുന്മാർജയന്നിവ വിരേജിത വാസുദേവ. വക്ഷസ്ഥലി സുഖനിലീന വിലാസി ലക്ഷ്മി. എങ്ങനെയായിരുന്നു ഭഗവാനെ കണ്ടത്? നമ്മൾ പുറമേയുള്ള മറ്റ് അലങ്കാരങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ല. നീ പറയാം വക്ഷസ്ഥലി സുഖനിലീന വിലാസി ലക്ഷ്മി. വക്ഷസ്ഥലി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ വക്ഷസ്ഥലത്തിൽ, ഭഗവാന്റെ മാറിടത്തിൽ സുഖനിലീന, അങ്ങനെ സുഖമായി ലയിച്ചിരിക്കുന്നതായിട്ടുള്ള വിലാസി ലക്ഷ്മി, ലക്ഷ്മി ദേവി, ഭഗവാന്റെ മാറിടത്തിൽ അങ്ങനെ ലയിച്ചിരിക്കുന്നതായിട്ടുള്ള ആ ലക്ഷ്മി ദേവി സുഖനിലീന എന്ന് പറഞ്ഞത് സുഖമായി ഭഗവാന്റെ മാറിടത്തിൽ അങ്ങനെ ലയിച്ചു ചേർന്നിരിക്കുന്നു. അങ്ങനെ വിലസുന്നതായിട്ടുള്ള വിലാസി ലക്ഷ്മി, അങ്ങനെ വിലസുന്നതായിട്ടുള്ള ലക്ഷ്മി ദേവി മന്ദാക്ഷ ലക്ഷിത കടാക്ഷ വിമോക്ഷഭേദൈ. മന്ദാക്ഷ കടാക്ഷ,
മന്ദാക്ഷ ലക്ഷിത കടാക്ഷ വിമോക്ഷ. അങ്ങനെയുള്ള ആ ലക്ഷ്മി ദേവിയുടെ, ഭഗവാനിൽ ലയിച്ചു ചേർന്നിരുന്ന ലക്ഷ്മി ദേവിയുടെ മന്ദാക്ഷ ലക്ഷിത കടാക്ഷ, ഭഗവാനെ ആ ലക്ഷ്മി ദേവിയുടെ കണ്ണുകളിൽ ലജ്ജ കാരണം കണ്ണുകൾ പാതി കൂമ്പിയിരിക്കുകയാണ്. അങ്ങനെയുള്ള ആ ലക്ഷ്മി ദേവി തൻ്റെ കടാക്ഷ വിമോക്ഷ ഭേദൈ, തൻ്റെ കടാക്ഷ വിക്ഷേപങ്ങൾ കൊണ്ട് ഭഗവാനിങ്കിലേക്ക് ഇങ്ങനെ ഒരു ഒളികണ്ണിട്ട് സദാ ഭഗവാനെ ആസ്വദിച്ചുകൊണ്ട്, ഭഗവാന്റെ സൗന്ദര്യത്തെ ആസ്വദിച്ചുകൊണ്ട്, ഭഗവാന്റെ ആ ഒരു ശാന്തസ്വരൂപത്തെ, ശാന്തിയെ, ഭഗവാനിൽ ചേർന്നിരിക്കുമ്പോൾ ഭഗവാനിൽ നിന്നും ഒഴുകിയെത്തുന്ന ഈ ഒരു ശാന്തിയെ, ആ ഒരു പരമാനന്ദത്തെ അനുഭവിച്ചുകൊണ്ട് സദാ ഭഗവാനിലേക്ക് തന്നെ ലജ്ജയോടുകൂടി ഒളികണ്ണിട്ട് പാത്തുകൊണ്ടിരിക്കുന്ന, അങ്ങനെ കണ്ണൻ ഭഗവാനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ലക്ഷ്മി ദേവിയുടെ ആ കടാക്ഷ വിക്ഷേപങ്ങൾ കൊണ്ട് തൻ മന്ദിരസ്യ ഖലകംസകൃതാമലക്ഷ്മീം, തൻ മന്ദിരസ്യ, തൻ്റെ ആ ഗൃഹത്തിൽ, ഇവിടെ ഭഗവാന്റെ ഗൃഹവുമാണ് കംസൻ്റെ ഗൃഹവുമാണ്, ഭഗവാന്റേതല്ലാത്തതായിട്ട് ഒന്നും തന്നെയുമില്ല, എല്ലാം ഭഗവാന്റെയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കംസൻ്റെ കൊട്ടാരത്തിലായതുകൊണ്ട് ആ കംസൻ്റെ കൊട്ടാരത്തിലെ ഖലകംസകൃതാമലക്ഷ്മീം, ഖലകംസകൃതാം, ഖലം എന്ന് പറഞ്ഞാൽ പാപിയായിട്ടുള്ള ആ കംസകൃതാം, കംസൻ്റെ ചെയ്തികൾ നിമിത്തമായിട്ട് അവിടെ ആ വസുദേവരുടെ ഗൃഹത്തിന്, അതല്ല എങ്കിൽ ആ കൊട്ടാരത്തിന് തന്നെ, ആ രാജ്യത്തിന് തന്നെ വരുത്തി വച്ചിരിക്കുന്ന അലക്ഷ്മിയും, അലക്ഷ്മിയെ, ഐശ്വര്യമില്ലായ്മയെ, ഒരു മോശം അവസ്ഥയെ ഉന്മാർജയന്നിവ, ഉന്മാർജയൻ ഇവ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഉന്മാർജയന്നിവ. ഉന്മാർജയൻ എന്ന് പറഞ്ഞാൽ ഉന്മൂലനാശം വരുത്തുന്നതിന്, ഇവ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ എന്ന് തോന്നുന്ന വിധത്തിൽ, വിരേജിത വാസുദേവ, വിരേജിത എന്ന് പറഞ്ഞാൽ അങ്ങനെ ശോഭിച്ചു, അല്ലയോ വാസുദേവ, എൻ്റെ ഭഗവാനെ, അല്ലയോ വാസുദേവ, അവിടുന്ന് അവിടുത്തെ ആ മാറിടത്തിൽ അങ്ങനെ സുഖമായി വസിക്കുന്ന ലക്ഷ്മി ദേവിയെയും ഞാൻ കാണുന്നു. ഇവിടെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് നമുക്കായിട്ട് കാണിച്ചു തരികയാണ്. അന്ന് ആ വസുദേവരും ദേവകീദേവിയും കണ്ട പൊന്നുണ്ണിക്കണ്ണൻ്റെ രൂപത്തെ വാക്കുകളിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. അല്ലയോ വാസുദേവ, ഞാൻ കാണുന്നു, എന്താ, അങ്ങയുടെ മാറിടത്തിൽ ദാ സുഖമായിട്ട് അങ്ങനെ ലക്ഷ്മി ദേവി ശോഭിക്കുന്നു. ആ ലക്ഷ്മി ദേവി അവിടെ ഇരുന്നിട്ടേ ഒളികണ്ണിട്ട് ഭഗവാനെ അവിടുത്തെ നന്നായി വീക്ഷിക്കുന്നുണ്ട്. കണ്ണുകളിൽ ദേവിയുടെ ആ സുന്ദരമായ കൺകോണുകളിൽ ലജ്ജ കൂടുകൂട്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അർത്ഥനിമീലിത മിഴികളാണ് ലക്ഷ്മി ദേവിയുടേത്. ആ ലക്ഷ്മി ദേവിയുടെ മിഴികളാൽ, സമ്പൂർണമായ ലജ്ജയിൽ പൊതിഞ്ഞ ആ മിഴികളാൽ, കടാക്ഷ വിക്ഷേപങ്ങളാൽ സമ്പൂർണമായ ഭഗവാനെ, അവിടുത്തെ അവതാരം കണ്ടിട്ട് എനിക്കെന്താ തോന്നുന്നതെന്നറിയുമോ ഭഗവാനെ, ഈ പാപിയായിട്ടുള്ള കംസൻ തൻ്റെ ചെയ്തികൾ കൊണ്ട് ആ രാജ്യത്തിന് വരുത്തി വച്ചിരിക്കുന്ന കുറേ അലക്ഷ്മിയുണ്ട്, അതായത് ഐശ്വര്യമില്ലായ്മ, വന്നു ചേരാവുന്നതായിട്ടുള്ള കുറേ ദുർവിധികൾ, അവയെയൊക്കെ ഉന്മാർജയന്നിവ, അവയൊക്കെ ഇല്ലാതെയാക്കുവാൻ വേണ്ടിയിട്ടാണോ ഭഗവാനെ അവിടെ നീ ലക്ഷ്മി ദേവിയുമായിട്ട് പുറപ്പെട്ടത്, അലക്ഷ്മിയെ നീക്കുന്നതിന് എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലയോ വാസുദേവ ഭഗവാനെ എന്ന് ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് നമുക്ക് കാണിച്ചു തരുന്നു. എനിക്ക് ഇങ്ങനെയാണ് തോന്നുന്നത്. ഈ ഒരു ശ്ലോകത്തിൽ നമുക്ക് ഓരോ ശ്ലോകത്തിലൂടെയും കടന്നു പോകുമ്പോൾ ആ പൊന്നുണ്ണിക്കണ്ണനെ നമ്മുടെ കൺമുൻപിൽ കാണാം. കാരാഗ്രഹത്തിൽ അതിശോഭയോടുകൂടി വിലസുന്ന ആ വാസുദേവ ഭഗവാൻ കൈകാലിട്ടിളക്കി കളിക്കുന്നതും, ചതുർബാഹുക്കളിൽ ഭഗവാന്റെ 4 വിഭൂതികൾ, 4 ഐശ്വര്യങ്ങൾ,
ശംഖ, ചക്ര, ഗദ, പത്മം തുടങ്ങിയ 4 ഐശ്വര്യങ്ങളെ കയ്യിലേന്തി സാക്ഷാൽ ഐശ്വര്യ ദേവതയെ തന്നെ മാറിലേന്തിക്കൊണ്ട് ഐശ്വര്യമില്ലായ്മയെ നീക്കുവാനായി ഭഗവാൻ അവതരിച്ച് അങ്ങനെ ആനന്ദമഗ്നനായി അവിടെ കിടന്ന് കൈകാലിട്ട് ഇളക്കി കളിക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ നമുക്ക് ഇവിടെ കാണിച്ചു തരികയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. വക്ഷസ്ഥലീ സുഖനിലീന വിലാസി ലക്ഷ്മീ മന്ദാക്ഷലക്ഷിത കടാക്ഷ വിമോക്ഷഭേദൈ തന്മന്ദിരസ്യ ഖലകംസകൃതാമലക്ഷ്മീ മുന്മാർജയന്നിവ വിരേജിത വാസുദേവ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: വക്ഷസ്ഥലി, അവിടെ ഒരു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. ഇവിടെ ആദ്യത്തെ 2 വരികൾ കഴിയുന്നതും ചേർത്ത് വായിക്കേണ്ടത് തന്നെയാണ്. ഒന്നിച്ച് ഉള്ള ഒരു വാക്കാണത്. വക്ഷസ്ഥലി സുഖനിലീന വിലാസി ലക്ഷ്മീ മന്ദാക്ഷലക്ഷിത കടാക്ഷ വിമോക്ഷഭേദൈ. അത്രയും വായിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യത്തെ വരി ചേർത്ത് തന്നെ വായിക്കണം. ആദ്യത്തെ വരി ചേർത്ത് വായിക്കുമ്പോൾ ആദ്യത്തെ 2 വരി ചേർത്ത് വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ ഓരോ വരിയും കഴിയുന്നതും മുഴുവനായി തന്നെ ചേർത്ത് വായിക്കുക. വക്ഷസ്ഥലി സുഖനിലീന വിലാസി ലക്ഷ്മി, അതത്രയും ചേർത്ത് തന്നെ വായിക്കുക. 2ാമത്തെ വരിയും അതുപോലെ. മന്ദാക്ഷ ലക്ഷിത കടാക്ഷ വിമോക്ഷഭേദൈ, അവിടെ ഭേദൈ, അവിടെ വിസർഗവുമുണ്ട്. പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുകയും വേണം. അതത്രയും ചേർത്ത് തന്നെ വായിക്കുക. അവിടെയും കടാക്ഷ എന്ന് വായിക്കുവാനുള്ള ഒരു, സാധാരണ നമ്മൾ മലയാളികൾ വായിക്കുമ്പോൾ അങ്ങനെ വായിക്കാറുണ്ട്. ഗുരുക്കന്മാർ പറയാറുണ്ട് കടാക്ഷ അല്ല കടാക്ഷ ആണ്, ട ആണ് വരേണ്ടത് അവിടെ എന്ന് പറയാറുണ്ട്. അതും ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് 3ാമത്തെ വരിയിൽ ഖലകംസകൃതാമലക്ഷ്മീ മുന്മാർജയന്നിവ, അതത്രയും ചേർത്ത് വായിക്കാൻ കഴിയുമെങ്കിൽ ചേർത്ത് തന്നെ വായിക്കുക. അവിടെയും ഖലകംസകൃതാം അലക്ഷ്മിയുമാണ്. അതുകൊണ്ട് തന്നെ മായയുടെ അകാരം ശ്രദ്ധിച്ചു വായിക്കുക. ഇനി അത് ചേർത്ത് വായിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അലക്ഷ്മീം എന്നവിടെ എടുത്തോണ്ട് താഴെ ഉന്മാർജയന്നിവ ചേർത്ത് വായിക്കുകയാണെങ്കിൽ അലക്ഷ്മീമും ഖലകംസകൃതാം അലക്ഷ്മീം ഉന്മാർജയന്നിവ എന്ന് ചേർത്ത് വായിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 5ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.